ഹായ്, ഇന്ന് നമുക്കൊരു അച്ചാറിൻ്റെ റെസിപ്പി പരിചയപ്പെട്ടാലോ. ഇത് നമ്മളുടെ ലൂബിക്ക എന്ന് പറയുന്ന ലൗലോലിക്ക എന്നൊക്കെ പറയും ഓരോ സൈഡിൽ. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അച്ചാറുണ്ടാക്കുക നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. അതിലോട്ട് കുറച്ച് ആവശ്യം വേണ്ട ഉലുവയും കടുക് ഇട്ട് കൊടുക്കുക. അത് നന്നായി ഇങ്ങനെ പൊട്ടി പൊട്ടി വരണം. അങ്ങനെ നമുക്കത് മിക്സിയിൽ അടിക്കാൻ പരുവത്തിന് നമുക്ക് കിട്ടണം. അത് നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വന്നിട്ട് നമുക്ക് മിക്സിയിൽ ഇതേ കാണുന്ന പോലെ ഒന്ന് പൊടിച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഈ സെയിം പാൻ തന്നെ വെച്ചിട്ട് അതിലോട്ട് ഞാൻ ഈ കഴുകി വെച്ചിരിക്കുന്ന ലൂബിക്ക ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരം നമ്മൾ കഴുകി വെച്ച ലൂബിക്ക ഒരു നനയാത്ത ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ച് എടുക്കാവുന്നതാണ്. ഞാൻ ആ സ്റ്റെപ്പ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പാൻ വെച്ചിട്ട് സിമ്മിലിടുക. അപ്പം നമ്മൾ അതിലുള്ള വെള്ളമൊക്കെ തന്നെ പൊക്കോളും. എന്നിട്ട് വെള്ളമൊക്കെ തന്നെ പോയി എന്ന് കാണുമ്പോൾ നമുക്ക് അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾ നനയാത്ത തുണി വെച്ചിട്ട് ഒന്ന് എടുത്തതാണ് ലൂബിക്ക എങ്കിൽ നിങ്ങൾ പാനിലോട്ട് നേരിട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണ ചൂടാകുമ്പോൾ ലൂബിക്ക ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് അതിങ്ങനെ ഉള്ളു വെന്ത പോലെയുള്ള ഒരു ടെക്സ്ചർ വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ നല്ലെണ്ണയിൽ നിന്ന് എടുക്കുള്ളൂ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലൂബിക്കായ ആയിരിക്കും. അത് നമ്മൾ ഈ എണ്ണയിൽ ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റി വരുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉള്ളിങ്ങനെ പൊട്ടി വരുന്ന പോലൊരു ടെക്സ്ചർ കിട്ടും. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് ആ പരിവാകുമ്പോൾ നമുക്ക് ഇതിന്ന് എടുത്ത് കോരിയെടുക്കാം. ഇനി നമുക്കിതിലെ എണ്ണ എത്ര ഉണ്ട് നോക്കണം. ഇനി നമുക്ക് അച്ചാറിന് വേണ്ടുള്ള എണ്ണ നമുക്ക് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിൽ സഫിഷ്യൻ്റ് എണ്ണ ഇല്ലെങ്കിൽ നമുക്ക് നല്ലെണ്ണ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി സോട്ട് ചെയ്ത് വരുമ്പോൾ ഞാൻ കുറച്ചും കൂടെ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഈ ടൈമിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുക വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ലൂബിക്കായ എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൽ വിനാഗിരി ചേർക്കണേ ഇല്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട എരിവൊക്കെ ഇതിൽ നന്നായി ചേർക്കണം. ഞാൻ 3 ടേബിൾ സ്പൂൺ, അത് വലിയ ടേബിൾ സ്പൂൺ തന്നെ ചേർത്തിട്ടുണ്ട് ഇതിൽ മുളക് പൊടി. കാരണം നമുക്ക് അത്രത്തോളം പുളി വരുന്നതാണ്. അപ്പോൾ നമുക്ക് എരിവൊക്കെ അതിൽ പിടിച്ച് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 3 വലിയ ടേബിൾ സ്പൂണ് മുളക് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിൽ 1 ടേബിൾ സ്പൂണോളം കായം പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയുടെയും കടുകിൻ്റെയും ആ ഒരു പൗഡർ ഉണ്ടല്ലോ, അത് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കായം മുഴുവനായിട്ടുള്ള കായാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു പാൻ വെച്ചിട്ട് കായം എണ്ണയൊന്നും ചേർക്കാതെ ചൂടോടുകൂടി നന്നായിട്ട് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ കായം ഒരു വെള്ള കളറാവും. അങ്ങനെ ആ വെള്ള കളറാകുമ്പോൾ അത് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ എണ്ണയിൽ സോട്ട് ചെയ്ത് വെച്ച ലൂബിക്കായ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് നല്ല ഉള്ളിൽ ഇപ്പോൾ ഇങ്ങനെ പൊട്ടിയുള്ള പരിവായതുകൊണ്ട് ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല പ്ലീ പോലെ അങ്ങനെ ആവരുത്. അതായത് നമ്മൾ ഒരു ജസ്റ്റ് നമ്മൾ ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണയിലൊക്കെ ഈ മസാലയിലൊക്കെ കിടന്നിട്ട് ഈ ലൂബിക്ക ഒന്ന് സോട്ടാവണം. പിന്നെ നമുക്ക് ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഇത് ഉപ്പ് ലേശം മുന്തിയാലും കുഴപ്പമില്ല. 2 ദിവസം കഴിയുമ്പോൾ എന്തായാലും ഉപ്പിൻ്റെ ഒരു ഷോർട്ടേജ് വരും. കാരണം ഇതിൽ പുളി അത്രയ്ക്കാണ്. അപ്പോൾ നമ്മളെ ലൂബിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ലൂബിക്ക നമുക്ക് ഉപ്പിലിട്ട് വെക്കാം. അതേപോലെ തന്നെ അത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമുക്ക് ലേശം വിനാഗിരിയും അതേപോലെ തന്നെ ഉപ്പ് കുറച്ച് തോനെ വേണം. കാന്താരിമുളകൊക്കെ ഇട്ടിട്ട് ഉപ്പിലിട്ട് വെക്കാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ലൂബിക്ക കിട്ടുമ്പോൾ ഇതേപോലെ അച്ചാർ ഉണ്ടാക്കണം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
താങ്ക് യു.